ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ വെറും 3 ചേരുവകൾ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാംഗോ ലസ്സിയുടെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മാങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൊണ്ട് അത്യാവശ്യം 2 കപ്പ് ലസ്സി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ ഡബിൾ എമൗണ്ടിൽ എടുത്തിരുന്നാലും മതിയായിരിക്കും. ഞാനിവിടെ അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. അതിന് മുമ്പായി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്നത് വരെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് തൈര് ചേർത്താലും മതിയായിരിക്കും. പക്ഷെ ഞാനിവിടെ എല്ലാം കൂടി ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് അളവിൽ അധികം പുളിയില്ലാത്ത തൈര് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി നിങ്ങൾക്ക് ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് അളവിൽ വരെ വെള്ളം ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാംഗോ മിൽക്ക് മിക്സ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇതെൻ്റെ കയ്യിൽ ഇരുന്നതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഒരു 2 ഡ്രോപ്സ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. അടിപൊളി മാംഗോ ലസ്സി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ തയ്യാറാക്കിയെടുത്തത്. ഇനി നമുക്കിതാ ഇതൊന്ന് സെർവ് ചെയ്യാം. 2-3 മാങ്ങ കഷ്ണങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്കിതിന് മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കഷ്ണം മാംഗോ ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ ക്ഷീണം മാറ്റാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി നോക്കി കൊടുത്തോളൂ. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഐസ്ക്രീം പോലെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.